HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, ശില്പ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ആശുപത്രികൾക്ക് ഹൈക്കോടതി നിരക്ക് പ്രസിദ്ധപ്പെടുത്തണം. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയമം ശരിവെച്ചു. തേജസ് തകർന്ന് പൈലറ്റിന് വീരമൃത്യു. ചൊവ്വയിൽ ഇനി വർക്കലയും ബേക്കലും വൈസ് ചാൻസലർ നിയമനം. തീരുമാനം ഉടൻ വേണം. പുതിയ സ്കൂളുകൾ വിധിക്കെതിരെ. നാവികസേനാ ദിനാഘോഷം. ഫുൾ ഡ്രസ് റിഹേഴ്സലിന് ഇന്ന് തുടക്കം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ആശുപത്രികൾക്ക് ഹൈക്കോടതി നിരക്ക് പ്രസിദ്ധപ്പെടുത്തണം. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയമം ശരിവെച്ചു. മുൻകൂറായി പണം അടയ്ക്കാത്തതിന്റെ പേരിൽ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. അടിയന്തര ഘട്ടങ്ങളിൽ ഓരോ ആശുപത്രിയിലും സൗകര്യത്തിനനുസരിച്ചുള്ള ചികിത്സ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇവ ആശുപത്രികളുടെ ഉത്തരവാദിത്തമാകുന്ന കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ നിയമവും ചട്ടവും ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശം. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയവരാണ് കോടതിയെ സമീപിച്ചത്. 2018 സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമം നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവെച്ചിരുന്നു. ഓരോ രോഗത്തിന്റെയും ചികിത്സാ നിരക്കടക്കം പ്രസിദ്ധീകരിക്കണമെന്നതടക്കമുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തായിരുന്നു അപ്പീൽ. തേജസ് തകർന്ന് പൈലറ്റിന് വീരമൃത്യു. എയർ ഷോയിൽ വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യൻ നിർമ്മിത ലഘു യുദ്ധവിമാനം തേജസ് തകർന്ന് വ്യോമസേനാ പൈലറ്റ് നമാം സ്യാലിന് വീരമൃത്യു. 2 തവണ കുത്തനെ മുകളിലേക്ക് ഉയർന്ന് കരണം മറിഞ്ഞ ശേഷം മൂന്നാമതും ഇത് ആവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് പതിച്ച് ഉഗ്രശബ്ദത്തോടെ തീഗോളമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ദുബായ് എയർ ഷോ നടക്കുന്ന അൽ മുക്തും രാജ്യാന്തര വിമാനത്താവളത്തിൽ ദുബായ് വേൾഡ് സെന്റർ 1.5 കിലോമീറ്റർ അകലെ UAE സമയം ഉച്ചയ്ക്ക് 2:15 ഇന്ത്യൻ സമയം വൈകിട്ട് 3:45 അപകടം. മലയാളികളടക്കം ആയിരക്കണക്കിന് പേർ ഷോ കാണാനെത്തിയിരുന്നു. വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തുമെന്ന് UAE അറിയിച്ചു. ചൊവ്വയിൽ ഇനി വർക്കലയും ബേക്കലും ഭൂമിയിൽ മാത്രമല്ല, ഇനി ചൊവ്വയിലും കേരളമുണ്ടാകും. ചൊവ്വയിലെ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ചില ഗർത്തങ്ങൾ ഇനി വർക്കല, ബേക്കൽ, തുമ്പ, വലിയമല എന്നിങ്ങനെയാകും അറിയപ്പെടുക. 50 കിലോമീറ്ററിലധികം വലിപ്പമുള്ള 350 കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് കൃഷ്ണൻ ഗർത്തമെന്നും അതിനോട് ചേർന്നുള്ള വറ്റിയ നീർച്ചാലിന് പെരിയാർ എന്നുമാണ് പേര്. മലയാളി ഗവേഷകരായ ഡോക്ടർ VJ രാജേഷിന്റെയും ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരിയുടെയും നിർദ്ദേശപ്രകാരമാണ് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ IAU ഈ പേരുകൾ അംഗീകരിച്ചത്. വലിയ ഗർത്തങ്ങൾക്ക് ജ്യോതിശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകണമെന്നതാണ് മാനദണ്ഡം. തുടർന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഡയറക്ടറായിരുന്ന MS കൃഷ്ണന്റെ സ്മരണാർത്ഥം കൃഷ്ണൻ ഗർത്തം എന്ന പേര് നൽകിയത്. ഇതിന് സമീപത്തെ സമതലത്തിന് കൃഷ്ണൻ പാലസ് എന്നാണ് പേര്. ബേക്കൽ കോട്ടയുടെ പൈതൃകം മുൻനിർത്തി ബേക്കൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തെ വലിയമല, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തുമ്പ, ഭൗമസ്മാരകമായ വർക്കല ക്ലിഫ് സ്ഥിതി ചെയ്യുന്ന വർക്കല എന്നിങ്ങനെയും പേരുകൾ നൽകി. വൈസ് ചാൻസലർ നിയമനം. തീരുമാനം ഉടൻ വേണം. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനം വൈകുന്നതിൽ ചാൻസലർ കൂടിയായ ഗവർണറെ സുപ്രീം കോടതി വിമർശിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഗവർണർ ഉടൻ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജസ്റ്റിസുമാരായ JB പർദിവാല, K വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. ജസ്റ്റിസ് ധൂലിയ നൽകിയത് വെറുമൊരു കടലാസു കഷ്ണമല്ലെന്നും സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി നൽകിയ ശുപാർശയാണെന്ന് ഓർക്കണമെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിന് മുഖ്യമന്ത്രി
മുൻഗണന നിശ്ചയിച്ച് പാനൽ കൈമാറി 3 മാസം കഴിഞ്ഞിട്ടും ഗവർണർ നിയമനം നടത്താത്ത സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ധൂലിയയുടെ റിപ്പോർട്ട് ഇതുവരെ പരിശോധിച്ചില്ലെന്നും നടപടികളുടെ രേഖകൾ ആവശ്യപ്പെട്ടു കത്തെഴുതിയിട്ടുണ്ടെന്നും ഗവർണറുടെ അഭിഭാഷകൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് ലഭിച്ചെങ്കിലും മുഴുവൻ രേഖകളും ലഭിച്ചിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. മുഴുവൻ രേഖകളും കൈമാറിയെന്നാണ് തന്റെ അറിവെന്നും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത വിശദീകരിച്ചു. പുതിയ സ്കൂളുകൾ വിധിക്കെതിരെ സംസ്ഥാനത്തെ LP UP സ്കൂളുകളില്ലാത്ത പ്രദേശങ്ങളിൽ അടിയന്തരമായി സ്കൂൾ തുടങ്ങണമെന്ന സുപ്രീം കോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജിക്ക് സർക്കാർ. മലപ്പുറം എലമ്പ്രയിൽ സ്കൂൾ അനുവദിക്കാനുള്ള വിധി മാനിക്കുന്നെന്നും എന്നാൽ കോടതിയുടെ പരാമർശങ്ങൾ കണക്കിലെടുത്ത് പുനഃപരിശോധനാ ഹർജി പരിഗണിച്ചു വരുന്നതായും മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിൽ. ദേശീയ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് സംസ്ഥാനം. സ്കൂൾ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും പഠനം നിഷേധിക്കപ്പെടുന്നില്ല. എണ്ണത്തേക്കാൾ ഓരോ കുട്ടിക്കുമുള്ള ശ്രദ്ധയ്ക്കും സൗകര്യങ്ങൾക്കുമാണ് കേരളം മുൻഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നാവികസേനാ ദിനാഘോഷം ഫുൾ ഡ്രസ് റിഹേഴ്സലിന് ഇന്ന് തുടക്കം. തലസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സലിന് ഇന്ന് തുടക്കം. ഇന്നും ഡിസംബർ 1-നുമാണ് റിഹേഴ്സൽ. ഡിസംബർ 3-ന് നടക്കുന്ന നാവികസേനാ ദിനാഘോഷത്തിൽ അവതരിപ്പിക്കുന്ന ചടങ്ങും അഭ്യാസ പ്രകടനങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഫുൾ ഡ്രസ് റിഹേഴ്സൽ. വൈകിട്ട് 4-ന് ശേഷം ആരംഭിച്ച് 7-ന് മുൻപ് പൂർത്തിയാകും. നാവികസേനാ ദിനാഘോഷം പരമാവധി 40,000 പേർക്ക് നേരിട്ട് കാണാനാകുമെന്ന് സിറ്റീസ് പോലീസ് കമ്മീഷൻ ജോൺസൺ ജോസ് പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരിക്കുന്ന പ്രധാന പവിലിയന്റെ ഇടതുഭാഗത്ത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുള്ള ഇരിപ്പിടമാണ്. വലതുഭാഗത്ത് 8,500 പേരെ ഉൾക്കൊള്ളാവുന്ന പവിലിയൻ സജ്ജീകരിച്ചിട്ടുണ്ട്. നാവികസേന വിതരണം ചെയ്ത പാസുകൾ ഉപയോഗിച്ച് മാത്രമേ ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകൂ. അതിനുശേഷം കണ്ണാന്തുറ പള്ളി മുതൽ വെട്ടുകാട് പള്ളി വരെയുള്ള തീരത്ത് നാട്ടുകാർക്കുൾപ്പെടെ നിന്ന് കാണാൻ കഴിയും. ഇവിടെ പരമാവധി 30,000 പേർക്കു നിൽക്കാം. പ്രകടനം കാണാനെത്തുന്നവർ കുടയും ശുദ്ധജലവും കരുതണം. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകളെ എത്തിക്കാൻ KSRTC ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്ക് പോകുന്നവർ വിമാന ടിക്കറ്റ് കാണിച്ചാൽ കടത്തിവിടും. ഡിസംബർ 3-ന് വൈകിട്ട് 4:30 മുതൽ 7 മണി വരെയാണ് അഭ്യാസ പ്രകടനങ്ങൾ. രാഷ്ട്രപതി മടങ്ങിപ്പോകുമ്പോൾ രാത്രി 8-ഓടെ ഇഞ്ചയ്ക്കൽ മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പ്രധാന വേദിയിൽ നടക്കുന്ന ചടങ്ങുകൾ കാണാൻ LED സൗകര്യമുണ്ടാകും. സുരക്ഷയ്ക്ക് 3,500 പോലീസുകാരെ നിയോഗിക്കും. ആധാർ ആപ്പ് വഴി ഫോൺ നമ്പർ മാറ്റാം. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ ആധാർ കേന്ദ്രത്തിൽ പോകാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഈ സൗകര്യം പുതിയ ആധാർ ആപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപയോക്താക്കൾക്ക് ലഭ്യമായി തുടങ്ങി. വൈകാതെ എല്ലാവർക്കും ലഭ്യമാകും. പഴയ ആധാർ ആപ്പിൽ ഈ സൗകര്യം ലഭ്യമല്ല. ഇതുവരെ ആധാർ കേന്ദ്രത്തിലെ ബയോമെട്രിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പുതിയ ആധാർ ആപ്പിലെ ഫേസ് ഡിറ്റക്ഷൻ അഥവാ മുഖപരിശോധന വഴിയാണ് ഫോണിലൂടെ തന്നെ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക. 75 രൂപയാണ് നിരക്ക്. ഓൺലൈനായി അപേക്ഷിച്ചാൽ അപ്ഡേറ്റ് ആവാൻ 30 ദിവസം വരെ എടുക്കും. പലരുടെയും ആധാർ മറ്റേതെങ്കിലും ബന്ധുവിൻ്റെ നമ്പറുമായിട്ടായിരിക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ആധാർ എടുത്തപ്പോൾ നൽകിയ നമ്പർ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ടുമുണ്ടാകും. ഇത്തരത്തിലുള്ളവർക്ക് സ്വന്തം നമ്പറിലേക്ക് മാറ്റാൻ പുതിയ സൗകര്യമായി ആധാർ ആപ്പ് വരികയാണ്. വിലാസം, പേര്, ഇമെയിൽ എന്നിവയും ആപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ ഉടൻ സൗകര്യം ലഭിക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ആശുപത്രികൾക്ക് ഹൈക്കോടതി നിരക്ക് പ്രസിദ്ധപ്പെടുത്തണം. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയമം ശരിവെച്ചു. തേജസ് തകർന്ന് പൈലറ്റിന് വീരമൃത്യു. ചൊവ്വയിൽ ഇനി വർക്കലയും ബേക്കലും വൈസ് ചാൻസലർ നിയമനം. തീരുമാനം ഉടൻ വേണം. പുതിയ സ്കൂളുകൾ വിധിക്കെതിരെ നാവികസേനാ ദിനാഘോഷം ഫുൾ ഡ്രസ് റിഹേഴ്സലിന് ഇന്ന് തുടക്കം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു.
സദസനിത പനിത മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദസനിത പനിത മഗ മഗരി സ. പോയ വാരത്തിലെ വിജയി ഷിഫ മിർസ 8E. സാ സദസനിത പനിത മഗ മഗരി സ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും റഷ്യൻ പ്രസിഡന്റ് ആര്? വ്ലാഡിമിർ പുടിൻ. സാ സദസനിത പനിത മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേരളത്തിലെ പ്രശസ്ത സ്ഥലങ്ങളായ വർക്കല, ബേക്കൽ, തുമ്പ എന്നിവിടങ്ങളുടെ പേര് സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിന്റെ ഗർത്തങ്ങൾക്കാണ് നൽകിയത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദസനിത പനിത മഗ മഗരി സ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.